നമ്മളിലേക്ക് ആഗതമാകുന്നത് വിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് ഏത് പകലിനെ കുറിച്ചാണ്? ഏതാണ് വൽ ഫജ്ർ എന്ന പ്രഭാതം? ചില മുഫസ്സിറുകൾ പറയുന്നു ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 1ാമത്തെ പ്രഭാതമാണ് വൽ ഫജ്ർ കൊണ്ടുള്ള ഉദ്ദേശം. മറ്റു വ്യാഖ്യാനങ്ങളുണ്ട്. വലയാലിൻ അശ്ർ ഏതാണ്? 10 രാത്രികൾ. ഒരുവിധം മുഫസ്സിറുകൾ എല്ലാവരും പറയുന്നു ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാത്രിക്ക് മഹത്വമുണ്ടായാൽ പകലിന് മഹത്വമുണ്ട് എന്ന് മാത്രമല്ല, ലോകത്ത് ഒരു വർഷത്തിൽ 12 മാസമുണ്ടെങ്കിൽ ഈ 12 മാസക്കാലത്തിൽ പകലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വമുള്ള പകലുകൾ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള പകലുകൾക്കാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. ഓരോ നോമ്പിനും ഒരു വർഷത്തെ പ്രതിഫലമാണ് ലഭ്യമാകുന്നത്. ദുൽഹിജ്ജ 9 അറഫയുടെ ദിനമാണ്. അറഫയുടെ നോമ്പ് ഹജ്ജാജിമാർക്ക് സുന്നത്തില്ല, കാരണം അവർ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ്. ആ സമയം ഹജ്ജിൽ പങ്കെടുക്കാത്ത മുഴുവൻ വിശ്വാസികൾക്കും അതേ അറഫയുടെ നോമ്പ് സുന്നത്തുണ്ട്. 2 വർഷത്തെ പാപങ്ങളാണ് അതിലൂടെ നമുക്ക് പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് യുക്കഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെ കൊല്ലവും വരാനുള്ള വർഷത്തെ കൊല്ലവും അതിലൂടെ പൊറുക്കപ്പെടും. ചില മഹത്തുക്കൾ പറഞ്ഞു വരുന്ന വർഷത്തേക്കുള്ള കൊല്ലം അഡ്വാൻസ് ആയി പൊറുക്കപ്പെടണമെങ്കിൽ അതെ ഇയാൾ ഒരു വർഷം കൂടി ജീവിക്കും എന്നുള്ള ഒരു സന്ദേശം അതിന്റെ അകത്തുണ്ട് എന്നും ചില മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ മഹത്വമുള്ള പരിശുദ്ധമായ ദിനരാത്രങ്ങളിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു ചെല്ലാനിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രഥമമായി ഏറ്റവും കൂടുതൽ ആദ്യം നാം ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക എന്നുള്ളതാണ്. മഹത്തുക്കൾ പറഞ്ഞു ദുൽഹിജ്ജ മാസത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? പ്രഥമവും പ്രധാനവുമായി അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുക, പാപമോചനം ചോദിക്കുക, പൊറുക്കലിനെ തേടുക. പാപങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്ത് അതേ വാരി വിതറപ്പെടുന്ന റഹ്മത്തുകൾ ലഭ്യമാകാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള രാത്രികളിൽ സൂറത്തു ഫജ്ർ വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുൽഹിജ്ജ 1 മുതൽ ആട്, മാട്, ഒട്ടകം, ഉദ്ഹിയ്യത്തിൽ നാം അറക്കുന്ന മൃഗങ്ങളെ കാണുകയാണെങ്കിൽ, അവരുടെ ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഉദ്ഹിയ്യത്തിന് നിശ്ചയിക്കപ്പെട്ട മൃഗമല്ല, ഉദ്ഹിയ്യത്ത് അറക്കാൻ പറ്റുന്ന ഏത് മൃഗവും, അത് നമ്മുടെ വീട്ടിൽ ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കാത്ത ആടാണെങ്കിലും ശരി, പോത്താണെങ്കിലും ശരി, പശുവാണെങ്കിലും ശരി, ഒട്ടകങ്ങളാണെങ്കിലും ശരി, ആട്, മാട്, ഒട്ടകങ്ങൾ ഇനങ്ങളിൽപ്പെട്ട ഏത് മൃഗത്തെ കണ്ടാലും അവരുടെ ശബ്ദങ്ങൾ കേട്ടാലും അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അങ്ങനല്ല, അല്ലാഹു അക്ബർ ഒറ്റ തക്ബീർ, അത് ഉച്ചത്തിലാകലും മറ്റുള്ളവർ കേൾക്കുന്ന വിധത്തിലാകലും സുന്നത്തുണ്ട്. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാത്രമല്ല വിശുദ്ധമായ ദുൽഹിജ്ജ 9 കഴിഞ്ഞ് അതേ വിശുദ്ധമായ ദുൽഹിജ്ജ 10, ആ 10 അതായത് വിശുദ്ധമായ പെരുന്നാൾ ദിനത്തിന്റെ രാത്രി, അതേ ദുൽഹിജ്ജ 9 അന്ന് സൂര്യൻ അസ്തമിച്ച് പെരുന്നാൾ രാത്രി ആഗതമാകുന്നതോടുകൂടെ ഇമാം പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീർ കിട്ടുന്നതുവരെ നിരന്തരമായി തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്നാൽ മറ്റൊരു പ്രത്യേകമായ തക്ബീർ ഉണ്ട്. നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന ഒരു തക്ബീർ, അത് അറഫയുടെ സുബ്ഹി മുതൽ ആരംഭിക്കണം. അറഫയുടെ സുബ്ഹി മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ അസ്ർ വരെ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇൻ കേസ് ഒരാൾ മരണപ്പെട്ട മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ മയ്യത്ത് നിസ്കാരത്തിന് ശേഷവും ആദ്യം സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലുകയാണ് വേണ്ടത്. അത് അല്ലാഹു അക്ബർ എന്ന ഒറ്റ തക്ബീർ അല്ല, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, എന്തുകൊണ്ടാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾക്ക് ഇത്രയും മഹത്വമുള്ളത്? അതേ ഈ വിശുദ്ധമായ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച്, മറ്റു ദിനരാത്രങ്ങളെ അപേക്ഷിച്ച് ഈ ദിനരാത്രങ്ങൾക്ക് ഇത്രയും മഹത്വം ലഭിക്കാനുള്ള കാരണം ഈ ദിനരാത്രങ്ങളിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് സക്കാത്ത്, ഹജ്ജുമുണ്ട്. ഹജ്ജ് ഈ ഒരു മാസത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരു മാസത്തിൽ ഹജ്ജ് ചെയ്യാൻ പറ്റൂലല്ലോ. ശവ്വാൽ പോയി ഹജ്ജ് ചെയ്യാൻ പറ്റോ? റമദാനിലാണ് ഹജ്ജ് ചെയ്യാന്ന് പറയാൻ പറ്റോ? പറ്റില്ല. ദുൽഹിജ്ജയിലാണല്ലോ ഹജ്ജ് കടന്നു വരുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ആരാധന മുഴുവനും കടന്നു വരുന്നത് ഈ ദിനരാത്രങ്ങളിലായതുകൊണ്ടാണ് ഈ ദിനരാത്രങ്ങൾക്ക് ഇത്രയും വലിയ മഹത്വമുള്ളത്. പകലിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള പകല് അത് അറഫയുടെ പകലാണ്. അറഫയുടെ പകലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ആഗതമാകുന്ന ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പ്രഥമമായ ആദ്യത്തെ ദിനരാത്രങ്ങൾ 10 ദിനരാത്രങ്ങൾ എന്തുകൊണ്ടും വിശ്വാസികൾ എന്ന നിലയിൽ ഉപയോഗപ്പെടുത്തണം. എപ്പോഴാണ് മരണം മാടി വിളിക്കുക എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. വളരെ പ്രതീക്ഷയോടെ സായാഹ്നം ഒന്ന് രസത്തോടെ പങ്കിടാൻ
പങ്കിടാമെന്ന് കരുതി പന്തല്ലൂരിൽ 7 ചെറുപ്പക്കാർ ആ മലമുകളിൽ നിന്ന് താണ്ടിക്കടന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി അവിചാരിതമായി ഇടിമിന്നലേറ്റ് മരണപ്പെട്ടു പോയത്. എത്ര ആളുകളാണ് പെട്ടെന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ആഖിറത്തിലേക്ക് വേണ്ടി ഒരുപാട് സമ്പാദിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.